ഇത്ര ടേസ്റ്റോ ഡെസേർട്ട് ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ഇന്ന് ഞാനുള്ളത് കണ്ണൂരാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ ഉന്നക്കായാണ്. അറബ് ഡെസേർട്ടിന്റെയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ചേരുവകളുടെയും ഒരു കോമ്പിനേഷൻ ആണ് ഉന്നക്കായ. അധികം പഴുക്കാത്തതും നല്ല മധുരമുള്ള പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുള്ള നാരെല്ലാം നമ്മൾ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയില്ല, നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ പഴം ഉടച്ചെടുത്തു. നമുക്കൊരു ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് വെച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്തു, കിസ്മിസ് ഇട്ട് കൊടുത്തു, അതിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തു. ഒരു 2 മിനിറ്റോളം പച്ചക്കുത്തിരി മാറുന്നവരൊന്ന് കുക്ക് ചെയ്തു. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്വാക്കർ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഹോൾ ഗ്രെയിൻസ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അതിൽ ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ അല്പം ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കാം. പഴത്തിന്റെ മിക്സ് എടുത്ത് പരത്തി ഈ ഒരു ഷേപ്പ് ആക്കി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ഓവൽ ഷേപ്പ് ആക്കാണ്. ഒട്ടും ഫില്ലിംഗ് പുറത്തു പോകാതെ എല്ലാ സ്ഥലവും ഒരേപോലെ നമ്മൾ കവർ ചെയ്തു. ഓവൽ ഷേപ്പിൽ നമ്മൾ ഉന്നക്കായ മാറ്റി അല്പം ഓയിലിലേക്ക് ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഈ ഒരു കളറിൽ നമ്മൾ ഉന്നക്കായ ചേഞ്ച് ചെയ്യാണ്. വിത്ത് എ ട്വിസ്റ്റ് ഓഫ് ന്യൂട്രീഷ്യസ് ക്വാക്കർ ഓട്സ് നമ്മുടെ കണ്ണൂർ ഉന്നക്കായ റെഡി ആയി കഴിഞ്ഞു. അടുത്ത ടേസ്റ്റി ഡിഷുമായി അടുത്ത ജില്ലയിൽ ക്വാക്കറിനൊപ്പം.